റോഡപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് 25,000 രൂപ സർക്കാർ പാരിതോഷികമായി നൽകുന്നു. അതേപോലെ അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവർക്ക് 1.5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായവും സർക്കാർ നൽകും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ രണ്ട് പുതിയ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന 25,000 രൂപയുടെ പാരിതോഷികവും 1.5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായവും എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള റോഡ് വികസനം ഉണ്ടായിട്ടുണ്ട്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ വർഷം കൂടുന്തോറും അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണത്തിലും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ പദ്ധതികളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് 2021 മുതൽ 5,000 രൂപ പാരിതോഷികമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാരിതോഷികത്തെ കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതിയിലൂടെ 25,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ആരെങ്കിലും റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റി റോഡിൽ വീണു പോയാൽ അവരെ ചുറ്റിലും കൂടി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുത്ത് വൈറലാവാനും ഒക്കെയാണ് പലർക്കും താല്പര്യം. എന്നാൽ ആരും പരിക്ക് പറ്റിയ ആൾക്കാരെ രക്ഷിക്കാനോ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തന്നെ പേഴ്സണലി അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും എന്റെ സിസ്റ്ററും സഞ്ചരിച്ച സ്കൂട്ടർ എന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് തന്നെ അപകടത്തിൽപ്പെടുകയും ഞാനും എന്റെ സിസ്റ്ററും റോഡിൽ വീണു പോവുകയും ചെയ്ത സമയം എന്റെ നാട്ടുകാരെല്ലാം ചുറ്റിലും കൂടി നിന്ന് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ അടക്കം ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരാൾ പോലും നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ആ അപകടത്തിൽ എന്റെ സിസ്റ്റർക്കാണ് കൂടുതലും പരിക്ക് പറ്റിയിരുന്നത്. എനിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഒരു ഓട്ടോ വിളിച്ച് അവളെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോ നമുക്ക് അത്രയും പരിചയമുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാർ വരെ നമുക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഭൂരിഭാഗം ആളുകളുടെയും ധാരണ റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ എത്തിക്കുന്നവർക്കെതിരെ പ്രശ്നമാവും, കേസാവും, അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും, കോടതിയിൽ സാക്ഷി പറയേണ്ടി വരും എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള ധാരണകൾ കൊണ്ടാണ് പലരും റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്ന സമയം കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒരാളുടെ ജീവൻ എത്രത്തോളം വിലയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു റോഡ് അപകടം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കരുതുന്നത് പോലെ അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കെതിരെ യാതൊരു പ്രശ്നമോ കേസോ ഒന്നും തന്നെ വരികയില്ല. അതിന് സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും അവരുടെ സമ്മതമില്ലാതെ അവരെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്തരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മാത്രമല്ല 25,000 രൂപ പാരിതോഷികമായി കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ ആളുകളെ രക്ഷിക്കുന്നതിനുള്ള മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലമായിട്ടല്ല സർക്കാർ തരുന്നത്, നമുക്കുള്ള പാരിതോഷികമായിട്ടാണ് സർക്കാർ ഈ തുക നൽകുന്നത്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ ആളുകൾക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ്. മാത്രമല്ല പരിക്കേറ്റ ആളുകൾക്ക് 7 ദിവസത്തെ സൗജന്യ ചികിത്സയും ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിക്കാവുന്നതാണ്. അപ്പോൾ റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ 24 മണിക്കൂറിനകം ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തതിനു ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
ഈ 2 പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ വാഹനാപകടത്തിൽ മരണപ്പെടുന്നവർക്ക് ഉടൻ തന്നെ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് 25,000 രൂപയും അപകടങ്ങളിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് 7 ദിവസത്തെ സൗജന്യ ചികിത്സയുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കൂടാതെ 1.5 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ സഹായമായും വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്യും. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.